ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോക്ക് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ. ഇത്രയും ലൈറ്റായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. കോഴിക്കോട് ബീച്ചൊക്കെ മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സമയത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കിലൊന്നും പെടാതെ നമ്മൾ ഏകദേശം ഒരു 8:45 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ശരിക്കും വണ്ടറടിച്ചു കേട്ടോ. അത്രയ്ക്കും ആളുകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കുള്ളൊരു ഏരിയ കാണുന്നത്. കാരണം നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അത്രയ്ക്കും ആളുകളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നെച്ചിന് എന്താ വേണ്ടേ? അങ്ങോട്ട് ഇരിക്കണ വീഡിയോയിൽ വേണം. തിന്നാ നെച്ചൂന്ന് കൊടുക്കാൻ പറ്റൊന്നുമില്ല. ലച്ചു 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 ഏയ് ചിരിച്ച ലച്ചുവിന് വേണോ? മം വേണോ? നോക്കണത്
കണ്ട സച്ചൂടെ മുന്നിൽ കൊടുത്തു ഏത് ഇവിടുന്നോ എന്താണ് ലക്ഷ്യ ഏതാ ലക്ഷ്യ വേണ്ടേ ആ അജയ പൊട്ടിച്ചു ലച്ചിന്റെ തലയിൽ വെച്ചു അത് കയ്യിൽ പിടിക്കാനാണ് കാക്കു വെച്ച് നോക്കി ലച്ചു വെക്കെ സച്ചു അതിന് വെച്ചു കൊടുക്കേ സച്ചു നിർത്തി വെച്ചെടുത്ത ചെവി അപ്പുറത്തേക്ക് ചെവിക്കില്ല സച്ചു ഇതിനെ പിടിച്ചോ കുട്ടിയെ ലച്ചുനെ പിടിച്ചാ വെച്ചോ വെച്ചോ ഇവിടെ പിടിക്കും ലച്ചു വേദന ഓൾക്ക് ഓള് കൈ പിടിച്ചോട്ടെ ഇജ്ജ് തലയിൽ വെച്ചോ നടക്കേ ഇവിടെ തന്നെ ലച്ചു ലച്ചു
ലച്ചു ലച്ചു ലച്ചു പാപ്പനെ നോക്കേ കാക്കൂനല്ല കുട്ടിക്ക് ബാഗിലിട്ടാണ് പൊട്ടിച്ചെടുത്തു പൊട്ടിക്കാണ്ടിട്ടാണ് എന്നിട്ട് ഇതിന് ഓരോന്നെന്താണ് നേരെ നിരത്തിടും പൊട്ടിച്ചതാളാണ് ഇതൊക്കെ കുട്ടി വേണോ സച്ചു പോയി അതില് കുറവാണ് എടുക്കെടുക്കേ അലച്ചു ഞാൻ തിരിച്ചു കൊടുക്കാം പൊട്ടിയില്ല അങ്ങനെ കുട്ടില്ലടാ തിരിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പോൾ 11 മണിയായി. സച്ചിനും തീരെ താല്പര്യമില്ല ഇപ്പോൾ തന്നെ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ അവനക്ക് രാവിലെ മദ്രസ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് എണീറ്റ് കിട്ടൂല. ഇപ്പോൾ പോയാൽ ഒരു 12:30 ആകുമ്പോഴെങ്കിലും വീട്ടിലെത്താമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയത്. മാത്രമല്ല പിന്നെ എൻ്റെ എളാപ്പാൻ്റെ ഷോപ്പ് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഫുഡും കഴിക്കണം. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടൈം അങ്ങനെ പോകും, ലേറ്റ് ആകും വീട്ടിലെത്താൻ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയം ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം പിന്നെ ഏതായാലും നേരെ എളാപ്പാൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിയിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ പണി കുറച്ച് നടക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതാണ് ഇത്ര തിരക്ക് ഇവിടെ ബീച്ചിലായാലും ഈ റോഡിലായാലും ഒക്കെ. അങ്ങനെ കുറച്ച് സമയമൊക്കെ എളാപ്പാൻ്റെ ഷോപ്പിൽ നിന്ന് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ട് അവിടെ കയറാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ നമുക്ക് പറ്റിയ ഫുഡൊന്നുമില്ല, ഫുഡൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. 12 മണി കഴിഞ്ഞല്ലോ, അപ്പോൾ ഫുഡൊക്കെ തീർന്നിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ വേറെ ഹോട്ടലിൽ പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. ലച്ചുവിന് എന്താ വേണ്ടിയത്? എന്താ സച്ചു?
അങ്ങനെ ഇത് അവിടുന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 12:45 അപ്പോൾ ഇതാ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.